PM ശ്രീയെ എതിർക്കുന്നവർ ആദ്യം CBSE സ്കൂളുകളുടെ നടത്തിപ്പ് ഉപേക്ഷിക്കണമെന്നും മുസ്ലിം ലീഗും ഇതര മുസ്ലിം സംഘടനകളും അതിന് തയ്യാറാകണമെന്നും KT ജലീൽ. PM ശ്രീയിൽ സംസ്ഥാനം നടത്തിയ നിരന്തര ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന് പ്രത്യേക ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഹ്രസ്വ സന്ദർശനാർത്ഥം ദമ്മാമിലെത്തിയതായിരുന്നു KT ജലീൽ. കേന്ദ്ര സർക്കാരിന്റെ സിലബസ് പ്രകാരം CBSE സ്കൂളുകൾ നടത്തുന്നവരാണ് മുസ്ലിം ലീഗും ഇതര മുസ്ലിം സംഘടനകളും. അവർ അത് ഉപേക്ഷിച്ചിട്ടാവട്ടെ കേരളം PM ശ്രീയിൽ ഒപ്പിട്ടതിനെ എതിർക്കലെന്ന് KT ജലീൽ ദമ്മാമിൽ പറഞ്ഞു. വിമർശിക്കുന്നവർ CBSE സിലബസിൽ കാവ്യവൽക്കരണം യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ അത്തരം സിലബസുകളെ അടിസ്ഥാനമാക്കി പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ, തങ്ങളുടെ നേതൃത്വത്തിലുള്ള വിദ്യാലയങ്ങൾ മുസ്ലിം ലീഗ് അവസാനിപ്പിക്കണം, നിർത്താൻ വേണ്ടി ബന്ധപ്പെട്ട കമ്മിറ്റികളോട് ബഹുമാന്യനായിട്ടുള്ള പാണക്കാട് തങ്ങന്മാര് ചെയർമാൻമാരായിട്ടുള്ള പല CBSE സ്കൂളുകളുണ്ട്. അത്തരം സ്കൂളുകളെങ്കിലും അവസാനിപ്പിച്ചതിന് ശേഷമല്ലേ സർക്കാരിനോട് ഇക്കാര്യം പറയേണ്ടത്? PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടുകൂടി ഒരു കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക ഏറിക്കഴിഞ്ഞാൽ, അത് ഈ സ്കൂളുകൾക്ക് PM ശ്രീ സ്കൂൾ എന്ന് 5 കൊല്ലം പേര് കൊടുക്കേണ്ടി വരും. PM ശ്രീയിൽ സംസ്ഥാനം നടത്തിയ നിരന്തര ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഒരു 10 വട്ടം ആലോചിച്ചതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ പാടുള്ളൂ. അവര് ആരംഭഘട്ടത്തിൽ ഇത് കൊണ്ടുവന്നപ്പോൾ പല പല വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തി, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ള നിലക്ക് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തി, നമുക്ക് നമ്മളുടെ ഡിമാൻഡുകൾ ഇന്നതൊക്കെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില ഭേദഗതികൾ നമുക്ക് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. അത് സ്റ്റേറ്റ് സിലബസ് തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ, അല്ലാതെ സെൻട്രൽ അതന്നെയാണ്. നമ്മൾ അല്ല, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ സംസ്ഥാനത്ത് നമ്മൾ ഭാഗികമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കുൾപ്പെടെ RSS സുഹൃത്തുക്കളുണ്ട്. പക്ഷെ കേരളത്തിലെ ഒരൊറ്റ സഖാവിനും RSSുകാർ സുഹൃത്തുക്കളായിട്ട് ഇല്ല. CPM BJP രഹസ്യ കൂട്ടുകെട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ: നമ്മളുടെ സഖാക്കൾക്ക് നാട്ടും പുറത്ത് RSSകാരായിട്ടുള്ള സുഹൃത്തുക്കൾ പോലും ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ജന്മം കൊണ്ട് ഹിന്ദുക്കളായിട്ടുള്ള ധാരാളം കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ എനിക്കറിയാം. ഏതെങ്കിലും ഒരാൾക്കൊരു RSSകാരൻ ഒരു സുഹൃത്തായിട്ടുണ്ടോ? അവരുടെ കല്യാണത്തിന് പോലും സാധാരണഗതിയിൽ നമ്മളുടെ നാട്ടിലൊന്നും സഖാക്കൾ പോകാറില്ല. എന്നാൽ കോൺഗ്രസ്സുകാർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏത് കല്യാണത്തിന് പോലും പോകും. RSS ആണോ മറ്റേ ഏതെങ്കിലും പാർട്ടിക്കാരാണോ എന്നൊന്നും പോലും നോക്കൂല. KT ജലീൽ CPMന് വേണ്ടി മുസ്ലിം സംഘടനകൾക്കുള്ളിൽ ഛിദ്രത സൃഷ്ടിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തോടുള്ള പ്രതികരണം ഇതായിരുന്നു: ഞാൻ അങ്ങനെ ആരും വിഭജിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. നമ്മൾ ഏകോപിപ്പിക്കാനാണ് ശ്രമിക്കുക, ഏകീകരിക്കാനാണ് ശ്രമിക്കുക. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ വിഭജനം ഉണ്ടാകാൻ വേണ്ടി പാടില്ലല്ലോ. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല ഇഷ്യൂകളിലും ഈ സർക്കാർ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ നടന്ന എല്ലാ വർഗീയ കലാപങ്ങളും ആരുടെ കാലത്താണ് ഉണ്ടായത്? 1ഉം 2ഉം മാറാട് കലാപങ്ങൾ ആര് ഭരിക്കുമ്പോഴാണ് ഉണ്ടായത്? സ്വത്ത് വിവാദത്തിൽ PK ഫിറോസ് കള്ളം പറയുന്നത് തുടരുകയാണ്. അത് നിങ്ങൾ അതിനൊക്കെ എങ്ങനെ ലാഘവത്തോടു കൂടിയിട്ടാണ് കാണുന്നത്? 5.25 ലക്ഷം രൂപ മാസം ശമ്പളമുണ്ട് എന്ന് എംപ്ലോയ്മെന്റ് എഗ്രിമെന്റിൽ എഴുതിയതാണ്. അതൊരു ചെറിയ കാര്യമാണോ? അയാൾക്ക് 5.25 ലക്ഷം രൂപ അയാളുടെ അക്കൗണ്ടിൽ വരുന്നുണ്ടാവുമല്ലോ. എത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് ഇവർ ഇതൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നുമല്ല. കാരണം ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. അപ്പൊ നമ്മൾ അതേ സീറ്റിലിരിക്കുന്ന ആൾക്കാർ ഈ കൊള്ളരുതായ്മകൾ ചെയ്യുമ്പോൾ മുമ്പ് ഇരുന്നിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ? അയാൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുന്നില്ല. നൗഷാദ് രിക്കൂർ, മീഡിയ 1, ദമ്മാം.